ഉയർത്തി നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അല്പസമയത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം. നിങ്ങളെല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. നിങ്ങളെല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. അടുത്ത വാക്യം. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവർ. ആമേൻ. ആ വാക്യം മതി, അത് മതി. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നമ്മൾ ഇന്ന് ദൈവവചനത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യേശു കർത്താവിനെ യഥാർത്ഥത്തിൽ ദൈവമായിട്ട് അപ്പോസ്തലനായ അല്ലെങ്കിൽ യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. മറ്റ് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായ യേശുവിൻ്റെ ശുശ്രൂഷയുടെ രീതി എടുത്തു പറയുന്നു. മത്തായി സുവിശേഷമാകട്ടെ, അല്ലെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷമാകട്ടെ, ലൂക്കോസിൻ്റെ സുവിശേഷമാകട്ടെ, വ്യത്യസ്തമായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷത്തിൽ വാസ്തവത്തിൽ യേശു കർത്താവ് രാജത്വം പ്രാപിച്ചവനാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദാസത്വം ഏറ്റെടുത്തവനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യപുത്രനാണ്. എന്നാൽ യോഹന്നാനിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവാരാണ്? ദൈവമാണ്. അപ്പോൾ യോഹന്നാൻ സുവിശേഷത്തിലെ എല്ലാ പഠിപ്പിക്കലുകളും ചിന്തയും യേശു വാസ്തവത്തിൽ ദൈവ തന്നെയാണ് എന്നുള്ള വാക്യമാണ്. അതുകൊണ്ടാണ് അതിന് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഇതേ വാക്യം തന്നെ നിങ്ങൾക്ക് ഉൽപ്പത്തി 1-ൽ വരുമ്പോൾ ഈ വാക്യമുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ ഉൽപ്പത്തി 1-ാം അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുമാണ് ആദിയിൽ എന്ന വാക്ക് കൊടുത്തിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടാവാം ദൈവത്തെ ആദിയിൽ വെളിപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ സൃഷ്ടികർമ്മം നടത്തിയ ദൈവം ആരാകുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. ആദിയിൽ അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ ദൈവം ആരാണ്? ആ ദൈവം എങ്ങനെയുള്ളവനാണ്? യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സകലതും ആദിയിൽ സൃഷ്ടിച്ചത് വചനമാണ്. ഒരാമേൻ പറയാമോ? ആരാ സൃഷ്ടിച്ചത്? വചനമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ വചനം ഉണ്ടാകുന്നതിന് മുൻപ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. ഒരു സ്തോത്രം പറയാമോ? വചനം ഉണ്ടായതിന് ശേഷമാണ് സകലതും ഉണ്ടായത്. അതിൻ്റെ തെളിവ് 1-ാം അധ്യായം യോഹന്നാൻ 1-ന്റെ 2-3 വാക്യങ്ങൾ താഴേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഉളവായതൊന്നും സകലവും അവൻ മുഖാന്തരമുളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ. മോനെ, ആ അവൻ എന്ന വാക്കങ്ങ് മാറ്റിയിട്ട് ആ വചനം ഒന്ന് കയറ്റി ഒന്ന് വായിച്ചേ. ഉളവായതൊന്നും വചനം കൂടാതെ എന്ത് ചെയ്തിട്ടില്ല? ഉളവായിട്ടില്ല. അപ്പൊ അവൻ എന്ന വാക്കങ്ങ് മാറ്റിയിട്ട് അവിടെയെല്ലാം നമ്മൾ കയറ്റേണ്ടത് വചനം, വചനം, വചനം. എല്ലാം ഉളവായത് വചനമാണ്. അപ്പൊ ഒന്നുമില്ലാത്തിടത്ത് അവൻ ഉണ്ടായത് വചനമാണ്. ശൂന്യതയിൽ ഉണ്ടായത് വചനമാണ്. ഒന്നുമില്ലാത്തിടത്ത് വചനമുണ്ടായി. ആ വചനം സകലതും ഉളവാക്കി. ഇന്ന് പകലിലും നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ദൂത പറയുന്നു, ശൂന്യതയുടെ നടുവിലോ ഒന്നുമില്ലാത്തതിന്റെ നടുവിലോ
വചനമുണ്ടോ ചിലതൊക്കെ ഉളവായി വരും. എവിടെയാണോ ഇല്ലാത്തത്, എവിടെയാണോ ഇല്ല എന്ന് പറയുന്നത്, എവിടെയാണോ ഇല്ല അവിടെ ശൂന്യമാണെന്ന് പറയുന്നത്, ആ ശൂന്യം എന്ന് പറയുന്നതിന്റെ നടുവിലോ ദൈവത്തിന് ചിലത് ഉളവാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ഒരു ദൂതുകൂടി ആരോടോ പറയുന്നു, ദൈവ പൈതലേ, ഉളവാകാത്തതെല്ലാം ഉളവാക്കാൻ കഴിവുള്ളത് ദൈവവചനത്തിനാണെങ്കിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? എന്റെ ജീവിതത്തിൽ എല്ലാ ശൂന്യതകളുടെ മേലോ, എന്റെ ജീവിതത്തിൽ എല്ലാ ഇല്ലായ്മകളോ, എന്റെ ജീവിതത്തിനകത്ത് എന്താണ് ശൂന്യമായി ഉള്ളത് അത് ഉളവാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. ദൈവവചനത്തിന് ഉളവാക്കാൻ ശക്തിയുണ്ട്. ദൈവവചനത്തിന് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ ശക്തിയുണ്ട്. ആരോടൊക്കെയോ ദൈവം പറയുന്നു, ഈ പകൽ വിശ്വസിക്ക്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഏത് വിഷയമാണോ ഇല്ല എന്ന് പറയുന്നത്, ആ ഇല്ല എന്ന് പറയുന്നതിനെ വിളിച്ചു വരുത്തുവാൻ, അതിനെ മടക്കി വരുത്തുവാൻ, അതിനെ തിരിച്ചു പിടിക്കുവാൻ, അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവവചനത്തിന് ഈ പകൽ ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആമേൻ. ഇതുപോലെ ശക്തിയേറിയതൊന്ന് ഉലകത്തിൽ വേറെ ഇല്ല കേട്ടോ. അവൻ വേദപുസ്തകത്തിനകത്ത് വചനത്തിന്റെ ശക്തിക്ക് കൊടുത്തിരിക്കുന്നത് ഡുനാമിക് പവർ എന്നാണ്. എന്ന് വെച്ചാൽ ഏത് പാറയെയും തകർക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. എന്റെ മെസ്സേജ് അതല്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യം ഞാൻ ഓർപ്പിക്കാം. വായിക്കണമെന്നില്ല, ഞാൻ ഓടിച്ചു പറയാ. യെരമ്യാ പ്രവചനം 5:14 വചനം ഇങ്ങനെ പറയുന്നു, ഇത് നിങ്ങൾ പ്രസ്താവിക്കുന്ന കൊണ്ട് എന്റെ വചനം നിന്റെ വായിൽ ഞാൻ തീയാക്കി മാറ്റും. വചനം കേൾക്കുന്ന ദൈവ പൈതലേ, വചനം തീയാണ്. കത്തിക്കേണ്ടതിനെ കത്തിക്കാൻ ഇന്ന് പകൽ വചനത്തിന് ശക്തിയുണ്ട്. ഏത് അന്ധകാര വ്യാപാരമാണോ അതിനെതിരെ വചനം സംസാരിച്ചാൽ, അതിനെതിരെ വചനം വിളിച്ചു പറഞ്ഞാൽ, ഏത് ശക്തിയെയോ കത്തിച്ച് കരിച്ചു മാറ്റാൻ ഹല്ലേലൂയ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയേറിയതൊന്ന് ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. ഇടയ്ക്ക് ഈ പുസ്തകം ഒന്ന് കയ്യിൽ പിടിച്ച് അതൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതിനകത്തുള്ള ആ വചനം അവൻ ജീവനായ വചനമാണ്. 23 യെരമ്യാ 23:29 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. അതിനു മുമ്പിൽ ഉടയാത്തതൊന്നുമില്ല. അത് എത്ര കട്ടിയേറിയതാണേലോ, അതെത്ര കടുപ്പമേറിയതാണേലോ, അതിനെ ഉടക്കാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. അവൻ റോമലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം പറയുന്നു, ഈ വചനം രക്ഷയ്ക്ക് കാരണമായ വചനമാണ്. അല്ലേ? ഈ വചനം രക്ഷയ്ക്ക് കാരണമായ വചനമാണ്. എന്നിട്ടും തീർന്നില്ല. അവൻ യെഹെസ്കേലിന്റെ പ്രവചനം 37-ാം അധ്യായം 7, 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വചനം യെഹെസ്കേൽ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥിയുടെ മേൽ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ഒരു മഹാസൈന്യമായി അത് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം ജീവനില്ലാത്തിടത്ത് ജീവൻ പകരുന്നതാണ്. ഉണങ്ങിയ അസ്ഥിയുടെ മേൽ ജീവൻ വെപ്പിക്കുന്നതാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ഈ വചനത്തിന്റെ ശക്തി പറയുമ്പോൾ എൻ്റെ ഒരു കൊച്ചനുഭവം ഞാൻ നിങ്ങളോട് പറയാ. ഒരിക്കൽ വർഷങ്ങൾക്ക് എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ ലെസ്റ്റർ മോൻ ജനിക്കുന്നതിന് മുൻപ് ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഒരു ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചിരിക്കുകയാണ്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ അത്യാവശ്യമായി പ്രാർത്ഥിക്കണം. ഞാൻ ചെന്നാ പറ്റി, ഞങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഇന്നാള് ഒരു സൈഡ് പാരലൈസായി, ഒരു സൈഡ് തളർന്ന് ഇപ്പോൾ ഐസിയുവിൽ കിടക്കുകയാണ്. അനക്കമില്ല, നാവ് ചലിപ്പിക്കുന്നില്ല, കൈ ചലിക്കുന്നില്ല, കാല് ചലിക്കുന്നില്ല. അന്ന് ഞാൻ സൗദിയിൽ ഒരു കൊച്ചു കുടിലകത്ത് താമസിക്കുകയാണ്. ഞങ്ങൾക്കന്ന് കുഞ്ഞുങ്ങളായിട്ടില്ല. ആമൻ. ഞാൻ ഈ ഫോണുമായി വെളിയിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, നിങ്ങൾക്കൊന്ന് ഐസിയുവിലോട്ടൊന്ന് കൊണ്ടുപോയി ആ തളർന്ന് കിടക്കുന്ന, ചലിക്കാതെ കിടക്കുന്ന ആ മനുഷ്യന്റെ ചെവിയിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കാമോ? അവർ നോക്കട്ടെന്ന് പറഞ്ഞു. ഡോക്ടറോട് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വാങ്ങിച്ചു
വിളിച്ചുകൊണ്ട് ഐസിയുലോട്ട് പോയി. എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അവൻ ചെവിയിൽ വെച്ചു കൊടുത്തു. ഒരു മൂളല് മാത്രം എനിക്ക് കേൾക്കാം. അന്ന് പറഞ്ഞത് ഞാൻ ഇന്നും ആവർത്തിക്കുന്നു. 107 സങ്കീർത്തനം 20 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അടച്ച് സൗഖ്യം ആക്കുന്നു, അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റുന്നു. അവൻ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു, ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വചനം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു, ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എവിടെ ഇരുന്നാണോ, എവിടെ നിന്നാണോ ഞാൻ ഈ വചനം പറയുന്നത്, അവിടെ നിന്ന് വചനത്തിന്റെ ശക്തി അവൻ അവിടേക്ക് പുറപ്പെടാൻ തുടങ്ങി, അവിടേക്ക് വ്യാപരിക്കാൻ തുടങ്ങി, അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. ഒരു പകൽ ആത്മാവ് ഞാൻ പറയട്ടെ, വചനത്തിന് ബന്ധനമില്ല എങ്കിൽ എത്ര കിലോമീറ്റർ അവൻ താണ്ടി ചെന്ന് സൗഖ്യമാക്കേണ്ടവനെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കേണ്ടവനെ ജനം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്ക് ഒരു അത്യന്ത ശക്തി, ദൈവ വചനത്തിന്റെ ശക്തി. ഓ, നിങ്ങൾ വിശ്വസിക്കുന്ന ആരുടെയൊക്കെ മേൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയോ മേഖലകളുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഇറങ്ങി ചെല്ലട്ടെ. ഓ, വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി ഈ പകൽ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. ഇത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്ന നാളുകൾ കഴിഞ്ഞു, ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ആമൻ ഒരിക്കൽ എനിക്ക് ടെലിഫോൺ വരുന്നു, പാസ്റ്റർ ആമൻ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ ചെന്നപ്പോൾ എവിടെയാണോ പാരലൈസ് ആയി കിടന്നത്, എവിടെയാണോ അനങ്ങത്തില്ലെന്ന് പറഞ്ഞത്, ആ വ്യക്തി കാർ പോർച്ചിലോട്ട് വന്ന് അവൻ ഡോർ തുറന്നിട്ട് എന്നോട് വന്ന് പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, കേറി വാ. അന്ന് എനിക്ക് മനസ്സിലായി, ഉലകത്തിൽ ഇത്രയും ശക്തിയുള്ള വേറൊന്നുമില്ല. നിന്റെ കയ്യിലിരിക്കുന്ന ഈ വചനത്തിന്റെ അകത്ത് ഭയങ്കര ആധികാരികത. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഈ കൂടാരത്തിനകത്ത്, ഈ സഭാഹോളിനകത്ത് ഒരു ഭയങ്കര ദൈവശക്തി. വചനത്തിന്റെ അധികാരം വ്യാപരിക്കട്ടെ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ, തടിച്ച നാവുള്ള വിക്കനായ മോശയെ ആമേൻ ഫറവോന്റെ മുമ്പിൽ നിർത്തിയത് ഈ വചനമാണെങ്കിൽ, ആമേൻ ഇന്ന് പകൽ വിശ്വസിക്ക്. എവിടെയാണോ അസാധ്യമെന്ന് പറയുന്നത് അവിടെ ഈ വചനത്തിന് നിന്നെ നിർത്താൻ കഴിയും. ജീസസ്, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം പറയാൻ പറ്റുമോ? ഒരുപാട് ചിന്തകൾ പരിശുദ്ധാത്മാവ് എനിക്ക് തരികയാണ്. യേശു കർത്താവ് ഒരിക്കൽ അവൻ ലൂസിഫറുമായി മുഖാമുഖമായിട്ട് ഒരു അഭിമുഖ സംഭാഷണം നടത്തുന്നു. നമുക്കറിയാം, യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് അവൻ മരുഭൂമിയിലേക്ക് നടത്തി. എന്തിന്? പരീക്ഷിക്കേണ്ടതിന്. പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പരീക്ഷ തികഞ്ഞ ശേഷം ഇതാ പിശാച് യേശുമായി ഒരു വാഗ്വാദം നടത്തുകയാണ്. ആദ്യമേ യേശു കർത്താവിന്റെ ബലഹീനത, ക്ഷമിക്കണം കേട്ടോ, യേശു കർത്താവിന്റെ ബലഹീനത എന്ന് പറയുമ്പോൾ മാനുഷിക തലത്തിലല്ല, അവൻ ഉപവാസം കഴിഞ്ഞ് വിശപ്പുണ്ട് എന്നുള്ളൊരു ബലഹീനത. അതിൽ അവൻ കയറി പിടിച്ചിട്ട് പറയുന്നു, അങ്ങ് ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കാണുന്ന കല്ലിനോട് അപ്പമായി തീരാൻ പറയുക. ആമേൻ. യേശു അവിടെ പൊട്ടിച്ച ഒരു വാക്യം നിങ്ങളോട് പറയാം, അല്ലേ? അവന്റെ ചങ്ങല പൊട്ടിച്ചൊരു വാക്യം. യേശു പറഞ്ഞു, എടാ ദുഷ്ടപിശാചേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലടാ, ഈ വായി കൂടി വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ദൂരെ മനസ്സിലായോ? പിശാചിന്റെ മൃഗം തലക്കെട്ടെ ഒരു 50 കൂടത്തിന് അടിക്കുന്ന പോലെയാ യേശു കർത്താവ് അടിച്ചിട്ട് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും അവൻ മനുഷ്യൻ ജീവിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. രണ്ടാമത് അവൻ സ്തോത്രം, പിശാച് അങ്ങോട്ട് പറയുന്നു, യേശു കർത്താവേ, അങ്ങ് ഈ പൊക്കത്തൊന്ന് താഴേക്കൊന്ന് ചാടിക്കേ. അങ്ങ് നേരത്തെ പറഞ്ഞില്ലേ ജീവിപ്പിക്കുന്ന വചനം, ജീവനുള്ള വചനം. അതേ വചനത്തിൽ മറ്റൊരു വാക്യമുണ്ട്, അങ്ങ് ചാടുമ്പോൾ നിന്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കും എന്നുകൂടി എഴുതിയിട്ടുണ്ടല്ലോ. സ്തോത്രം. ഉടനെ കർത്താവ് അങ്ങോട്ട് പറയുന്നു, പിശാചേ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്
എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ആത്മാവിൽ ആരോടൊക്കെ ദൂത പറയുന്നു. ഉലകത്തിലെ ഒരു ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് ഈ വചനത്തിന്റെ ശക്തിയിലാണ്, ഈ വചനത്തിന്റെ വെളിപ്പാടിലാണ്, ഈ വചനത്തിന്റെ ശക്തിയിൽ, ഈ വചനത്തിന്റെ കൃപയിൽ, ഈ വചനത്തിന്റെ മർമ്മത്തിൽ, ഈ വചനത്തിന്റെ ആഴങ്ങളിൽ ഒരു ശക്തിക്ക് അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആമേൻ. ഹല്ലേലൂയ. എബ്രായ വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എബ്രായ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം തുടങ്ങി 13-ാം അധ്യായം വരെ യേശു കർത്താവിന്റെ ശ്രേഷ്ഠതയുടെ മഹത്വം എഴുത്തുകാരൻ വെളിപ്പെടുത്തി. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പൗലോസ് എഴുതി. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ മോശയേക്കാൾ അവൻ ശ്രേഷ്ഠൻ എന്ന് എഴുതി. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ എന്നവൻ എഴുതി. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ആലയത്തേക്കാൾ ശ്രേഷ്ഠൻ. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ പഴയ നിയമ യാഗങ്ങളേക്കാൾ ശ്രേഷ്ഠൻ. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ മഹാപൗരോഹിത്യമുള്ള പുരോഹിതന്മാരേക്കാൾ അവൻ ശ്രേഷ്ഠൻ. എന്നാൽ യേശുവിന്റെ ശ്രേഷ്ഠത ഇങ്ങനെ എഴുതി വരുന്ന കൂട്ടത്തിൽ എബ്രായർ 4:12 വന്നപ്പോൾ പൗലോസ് ഒരു പദം പറഞ്ഞത് അത്ഭുതപ്പെടുത്തി. നിങ്ങൾ കേട്ടോ ഏതാണ് വാക്യമെന്ന്? യേശു കർത്താവിന്റെ മഹത്വം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ വചനം ജീവനാണ്. ഇത് പോരാ, ഈ പ്രതികരണമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പകൽ ഇരിക്കുന്ന ഇടത്ത് ഇളകി മറിഞ്ഞ് ഈ വചനത്തിന് മുമ്പിൽ ദൈവത്തെ സ്തുതിക്കണം. ദൈവ പൈതലേ, എന്താണ് പൗലോസ് പറയുന്നു? ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം ജീവൻ. ജീസസ്. ദൈവത്തിന്റെ വചനം എന്താണ്? ജീവൻ. പറ. ജീവനാണ്. ജീവനാണ്. ദൈവത്തിന്റെ വചനം ജീവനാണ്. ഒരു ഹല്ലേലൂയ പറ. ദൈവത്തിന്റെ വചനം എന്താണ്? ഇന്ന് ഈ ജീവനായ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ജീവൻ വരും. ഈ വചനം പ്രസംഗിക്കുന്ന എനിക്ക് ജീവൻ വരും. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് വായിച്ചു തരുന്ന അഭിഷിക്തന്റെ മേൽ ഈ വചനം ജീവനാകും. അല്ലേ? ശരിയല്ലേ? വാക്യം വേണോ? വാക്യം വേണോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലല്ലേ അവൻ അവിടെ ഇങ്ങനെ ഉണ്ട്, ഇത് വായിക്കുന്നവനും ഇത് വായിച്ചു കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ആരാണ്? വായിച്ച ദൈവാസനെ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്ന 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്ന. അയ്യോ സഹോദരന്മാരെ, ദൈവദാസിമാരെ, ഞാനൊരു കാര്യം പറയട്ടെ. എത്ര പേർക്ക് അനുഗ്രഹിക്കപ്പെടാൻ താല്പര്യമുണ്ട്? ഇത്ര അല്ലല്ലോ അനുഗ്രഹിക്കപ്പെടാൻ. എനിക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്ന് തന്റെ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഒരൊറ്റ മർമ്മം ഞാൻ പറയാ. ആമേൻ, സ്തോത്രം. വായിക്കാൻ അറിയാത്ത കണ്ണുമങ്ങി അമ്മച്ചിയുണ്ടോ? കണ്ണ് വായിക്കാൻ കഴിയാതെ കണ്ണുമങ്ങി അപ്പച്ചനുണ്ടോ? എടുത്തു വായിച്ചങ്ങ് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെടും. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലാണ് അത്ഭുതം. അല്ലേ? എന്തുകൊണ്ട് അവൻ തേനിലും തേൻകട്ടയേക്കാൾ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആമേൻ അവന്റെ വായല്ലോ കൽപ്പിച്ചത് എന്ന് പറയുന്ന ഈ തിരുവചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലാണ് ഒരു അത്ഭുതം. കാരണം ഇത് വായിച്ച് കേൾപ്പിക്കുന്നവനെ അനുഗ്രഹിക്കുമെങ്കിൽ ഇത്രയും കണ്ടനാളമെടുത്ത് പ്രസംഗിക്കുന്ന ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ? ഇത് മനസ്സിലായോ? ആമേൻ. അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. മറ്റാരേക്കാൾ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോഷുവയോട് ദൈവം പറഞ്ഞു, ഇത് സ്തോത്രം, ഇത് വായിക്കണം കേട്ടോ, ഈ വാക്യം വായിക്കണം. ജോഷുവയുടെ ദൈവം പറഞ്ഞു, ഇതേ നിനക്കൊരു അനുഗ്രഹമുണ്ട്, നിനക്കൊരു അനുഗ്രഹമുണ്ട്. നിന്റെ അനുഗ്രഹം എങ്ങനെയാണെന്നറിയോ? ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഇത് മറിക്കരുത്, ഇതിലേക്ക് വരണം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ എന്ത് ചെയ്യത്തില്ല? നിൽക്കത്തില്ല.
നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. എന്ത് ചെയ്താൽ, എങ്ങനെ പോയാൽ, വായിച്ചേ, ഞാൻ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. നിന്നോടുകൂടെ ഞാൻ ഇരിക്കും. അടുത്തത്, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. അടുത്ത വാക്യം, ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് ജനത്തിന് അവകാശമായി. പക്ഷേ അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. എന്തോ? നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് വായിൽ നിന്ന് നീങ്ങില്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെടുമെന്നേ. ആമേൻ. ഇത് ശക്തിയാന്നേ, ഇത് ജീവനാണെന്നേ. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. കറുത്ത പയൻകിട്ട ഈ പുസ്തകത്തെ പിശാചിന് പേടിയില്ല. ആമേൻ. 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 ഈ കറുത്ത പയൻകിട്ട ഈ പുസ്തകത്തെ പിശാചിന് പേടിയില്ല. എന്നാൽ ഇതിനകത്ത് എഴുതിയ ഓരോ വചനത്തിനും പിശാച് പേടിയാണ്. ഒരു സ്വതന്ത്രം പറ. സ്വതന്ത്രം പറ. സാധു സുന്ദർ സിംഗ്, ഇന്ത്യയുടെ അപ്പോസ്തലനായ മനുഷ്യൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഒരിക്കൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ആ ദൈവദാസൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത കമ്പാർട്ട്മെന്റിൽ താൻ ഒരു കാഴ്ച കാണുകയാണ്. ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ എല്ലാവരും വെള്ളം മേടിക്കാൻ ഇറങ്ങി, കൂട്ടത്തിൽ താനും ഇറങ്ങി. താൻ ഇരിക്കുന്നതിന്റെ തൊട്ട് അടുത്ത് ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് ഒരു കാവി വസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ വന്ന് അവിടെ ഇരുന്നു. കൊണ്ടുവന്ന് താൻ ഇരിക്കുന്ന സീറ്റിന്റെ അടുത്ത് തന്റെ ഭാണ്ഡക്കെട്ട് വെച്ചു. സാധു സുന്ദർ സിംഗ് നോക്കിയിരിക്കുക. അല്പസമയം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വിടാത്തത് കൊണ്ട് ഈ കാവ്യ വസ്ത്രധാരിയായ മനുഷ്യൻ അവിടെ നിന്ന് വെളിയിൽ ചെന്ന് വെള്ളം വാങ്ങിച്ച് മടങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച, ഒരു യൗവനക്കാരനായ മനുഷ്യൻ ഈ ഭാണ്ഡക്കെട്ടെടുത്ത് താഴെ വെച്ചിട്ട് അവിടെ കയറിയിരിക്കുന്നു. താടി മീശയൊക്കെ നീട്ടി വളർത്തിയ ഈ മനുഷ്യൻ കോപാകുലനായി ഉടനെ എടുത്ത് താൻ ഭാണ്ഡക്കെട്ടെടുത്ത് മടി വെച്ചിട്ട് പറഞ്ഞു, ഞാൻ വെച്ചിട്ട് പോയ ഈ ഭാണ്ഡക്കെട്ടെടുത്ത് താഴെ വെക്കാൻ നിനക്കെങ്ങനെ തന്റെ ഇടം വന്നു? പുള്ളി പറഞ്ഞു, ഇത് ലോക്കൽ കമ്പാർട്ട്മെന്റ് ആണ്, എനിക്കിവിടെ ഇരിക്കാം, ഇത് നിങ്ങൾക്ക് മാത്രം വെക്കാനുള്ളതല്ല, ഞാനിവിടെ ഇരിക്കും. ഇത് പറഞ്ഞതും തന്റെ പട്ടും പാവൊക്കെ അങ്ങ് മാറി. അവൻ ആ ഭാണ്ഡക്കെട്ട് തുറന്നിട്ട് അല്പം സ്ഥലം ഉണ്ടാക്കിയെടുത്ത് താഴേക്കിരുന്ന് അതിനകത്ത് കവടിയെല്ലാം എടുത്ത് പുറത്തോട്ട് വെച്ച് കവടി നിരത്തി മന്ത്രം ചൊല്ലാൻ തുടങ്ങി. അവൻ സാധു സുന്ദർ സിംഗ് നോക്കി നിൽക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ആസ്മ കൊണ്ട് വലിക്കാൻ തുടങ്ങി. വലിച്ച് അത് വലിയ ചുമയിലേക്ക് മാറി. അവൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. അവിടെ ഈ ആളുകളെല്ലാം ഓടിക്കൂടി. ഈ മനുഷ്യൻ എത്ര നിഷ്ഠൂരനായ മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? ഇത് കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് സാധു സുന്ദർ സിംഗ് അഭിഷിക്തൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സാധു സുന്ദർ സിംഗ് ഇറങ്ങി ചെന്നിട്ട് ഈ കാവ്യ വസ്ത്രധാരിയായ മനുഷ്യനോട് പറഞ്ഞു, ഹേ മനുഷ്യ, ആ യൗവനക്കാരനോട് ചെയ്തത് നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ എന്നോട് ചെയ്യാൻ? അത്രയ്ക്ക് അഹങ്കാരം നിനക്കുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും ആ ഭാണ്ഡക്കെട്ട് തുറന്ന് കവടി നിരത്തി മന്ത്രം ഉച്ചാരണം തുടങ്ങി. ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, അയ്യോ എനിക്ക് പറ്റുന്നില്ല. സാധു സുന്ദർ സിംഗ് ചോദിച്ചു, എന്തു പറ്റി? നിന്റെ പോക്കറ്റിനകത്തുനിന്ന് ഒരു ഭയങ്കര ഫയർ, ഒരു തീ എന്നിലേക്ക് പ്രവഹിക്കുന്നു. ആ തീ എന്നിലേക്ക് വരുന്നത് കൊണ്ട് എന്റെ ശരീരം ചുട്ടു പഴുക്കുന്നു. എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. സാധു സുന്ദർ സിംഗ്, എന്താണ് ഈ പോക്കറ്റിൽ എന്ന് പറഞ്ഞ് ഒരു നീണ്ട കുപ്പായമാണ് സാധു ധരിക്കുന്നത്. ആ കുപ്പായത്തിന്റെ പോക്കറ്റിൽ താൻ തടകി നോക്കിയപ്പോൾ ഒരു പേപ്പർ തുണ്ട് കിട്ടി. നോക്കിയപ്പോൾ എന്താണെന്നറിയാമോ? ഈ പുതിയ നിയമമില്ലേ, പുതിയ നിയമം, ചെറിയ പുതിയ നിയമത്തിന്റെ ബുക്ക്. ഈ പുതിയ നിയമത്തിന്റെ ബുക്ക് ഏതോ ഒരു കൊച്ചു കുഞ്ഞെടുത്ത് കളിച്ചപ്പോൾ അതിൻ്റെ ഒരു താള് കീറി അവിടെ തറയിൽ കിടന്നിരുന്നു. സാധു വരുന്ന വഴിക്ക് ഈ പുസ്തകത്തിന്റെ താള് കീറിക്കിടക്കുന്ന കണ്ടപ്പോ അത് 2-3 മടക്കിയെടുത്ത് ദൈവത്തിന്റെ വചനം എഴുതിയ താളല്ലേ, കളയണ്ടെന്ന് കരുതി എടുത്ത് ചുമ്മാ പോക്കറ്റിൽ ഇട്ടതാ. ഈ
ഈ സാധനം പോക്കറ്റിൽ കിടക്കുമ്പോൾ അവൻ പറയുന്നത് എനിക്കൊക്കുന്നില്ല. നിന്റെ പോക്കറ്റിൽ അമൂല്യമായത് എന്തോ കിടക്കുന്നു. ദൈവ പൈതലേ, അവന് കയ്യിലിരിക്കുന്നത് ചെറുതല്ലെന്ന് കരുതണം കേട്ടോ. ഇത് ചെറുതല്ല. ഞാനും നിങ്ങളും ചുമക്കുന്ന വചനം അതിന് ശക്തി ഉണ്ടെന്നറിയണം. അത് ചെറുതല്ലെന്ന് ഇതിനകത്ത് തിരിച്ചറിയണം. അത് ചുമക്കുന്ന ഒരു ഭാഗ്യം, അത് എടുക്കാൻ ഒരു ഭാഗ്യം, അത് വായിക്കാൻ ഒരു ഭാഗ്യം, അത് ധ്യാനിക്കാൻ ഒരു ഭാഗ്യം ദൈവം തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാ. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറ. ഞാനിന്ന് രാവിലെ പറഞ്ഞു, കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് 8 ബൈബിൾ കത്തിച്ച, 8 വേദപുസ്തകം താഴെ ഇട്ട് ചവിട്ടി കൂട്ടി 2 കത്തിച്ചൊരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ തിങ്കളാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പാസ്റ്ററെ കാണണം. 8ാമത്തെ ബൈബിള് കഴിഞ്ഞ വെള്ളിയാഴ്ച കത്തിച്ചു. തിങ്കളാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പാസ്റ്ററെ കാണണം. ഞാൻ വരാൻ പറഞ്ഞു. എന്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ വന്നിരുന്നു. തിങ്കളാഴ്ച 12 മണിക്കവൻ വന്നു. സംശയങ്ങളുടെ കൂമ്പാരമാണ്. ഓരോന്നോരോന്ന് ചോദിക്കാൻ തുടങ്ങി, ഓരോരോ കാര്യം ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ വന്ന് നിന്ന് എവിടെയാണെന്നറിയോ? എന്റെ പൊന്ന് ബ്രദറെ, എന്നോട് ചോദിക്കുക, ബ്രദർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഈ 40-ൽ പരം എഴുത്തുകാരെഴുതിയ ഈ ബുക്ക് ദൈവമാണ് എഴുതിച്ചതെന്ന്? ഇവർ 40 പേരും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇവർ 40 പേർക്കും ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത് ബ്രദറിന് അറിയാമോ? 1500-ൽ പരം വർഷം കൊണ്ട് എഴുതിയ ഈ പുസ്തകം, അവൻ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് എഴുതിയ ഈ പുസ്തകം എങ്ങനെയാണ് ബ്രദറെ ദൈവം എഴുതിച്ചെന്ന് നിങ്ങൾ പറയുന്നത്? ഇതിനകത്തുള്ളത് ദൈവമാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എങ്ങനെ ബോധ്യമുണ്ട്? ഒരൽപ്പം പകച്ചു. അവന് മോനെ, ഇത് ദൈവം എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് ഒരു ഉറപ്പ് പറയണം, എന്നാ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 94 മുതൽ ഈ 2022 വരെ ഈ പുസ്തകത്തിലെ ഓരോ വചനത്തിലൂടെ ലൈവായിട്ട് ദൈവം എന്നോട് സംസാരിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എന്നോട് ദൈവം സംസാരിക്കുന്നു. അവനടുത്ത ചോദ്യം, അത് റിയൽ ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, ഈ വചനം എഴുതിയിട്ട് 2000 പരം വർഷമായെങ്കിലും ഞാൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അതാത് സമയത്ത് ലൈവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് ഒരു മൈക്കും ഒരു മൈക്രോഫോണും കിട്ടിയ 1000ങ്ങളുടെ നടുവിൽ ഞാൻ വിളിച്ചു പറയും, ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനമല്ലാതെ വേറൊന്ന് ഉലകത്തിൽ ഇല്ല. ആമേൻ. എല്ലാം കഴിഞ്ഞു. 11:45 11:50 വന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പോകുന്നത് 3 മണിക്കാണ്. ഈ പോകാൻ നേരത്തെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്ക്, ദൈവം സംസാരിക്കുകയാണെങ്കിൽ എന്നോടൊന്ന് പറ. അവന് മനസ്സിലായി ഇതിനകത്തൂടി ദൈവം സംസാരിക്കുമെന്ന്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ അവൻ ഈ ദൈവ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് 1000 വാക്കുകൾ അടഞ്ഞു പോയാലോ അടഞ്ഞു പോകാത്ത ഒരു വായ ഇതിനകത്ത് എന്റെ ദൈവത്തിനുണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ വചനം സത്യമാ, ഈ വചനം സത്യമാ. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ വചനം പ്രവർത്തിക്കുന്ന വേഗത നിങ്ങൾക്കറിയാവോ? ശതാധിപൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയുന്നു, യേശുപ്പച്ചാ, എന്റെ ബാല്യക്കാരൻ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുക, അങ്ങ് വന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ എന്തു വരും? സൗഖ്യം വരും. യേശു പറഞ്ഞു, ഓക്കെ നടക്ക്, പോകാന്ന് പറഞ്ഞു. പോകാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ശതാധിപന് മനസ്സിലായി, ഇവിടുന്ന് വീട്ടിലെത്തണമെങ്കിൽ 1/2 മണിക്കൂർ എടുക്കും.
ഞാൻ പോരുമ്പോ അവസാനത്തെ വായുവലി കണ്ടിട്ടാ പോന്നെ. അരമണിക്കൂർ കൊണ്ട് ഞാൻ ഈ കേശവപ്പച്ചനെ കൊണ്ട് വീട്ടിലെത്തുമ്പോ അവന്റെ ശവോടൊക്കെ കഴിയും. അതിന് നല്ലൊരു ഒറ്റ മാർഗം, ഇവൻ ആരാണെന്ന് എനിക്കറിയാം. ഇവൻ സാക്ഷാൽ വചനമാണ്. ഈ വചനം ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അരമണിക്കൂർ വേണ്ട, അര ദിവസം വേണ്ട, അര സെക്കൻഡ് വേണ്ട, പറഞ്ഞ് ആമേൻ പറയുന്നതിനു മുൻപേ അവിടെ സൗഖ്യം നടക്കുമെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ശതാധിപ പറഞ്ഞു, യേശുവേ, അങ്ങന്റെ പുരക്കകത്തു വരാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഹല്ലേലൂയ. ഒറ്റ സെക്കൻഡ് ഈ സംഭവം കഴിഞ്ഞ് ഏതാനും ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോ അതേ ഭവനത്തിൽ നിന്നൊരു ബാല്യക്കാരൻ വന്നിട്ട് പറയുന്നു, അവൻ സൗഖ്യമായി. എപ്പോഴാന്ന് ചോദിച്ചു. അപ്പോൾ വന്നവൻ പറഞ്ഞു, ഗുരു നിന്നോട് പറഞ്ഞില്ലേ? ആ സെക്കൻഡിൽ അവനവിടെ സൗഖ്യമായി. ആത്മാവിൽ ആരോടോ ദൂത് പറയുന്നു, വിശ്വസിക്കാമെങ്കിൽ നീ ഇരിക്കുന്നിടത്തിരിക്കുമ്പോ നിന്റെ തലമുറയ്ക്കകത്ത് ഒരു മിറക്കൽ ദൈവം ചെയ്യും. വിശ്വസിക്കുന്ന ആരുണ്ട് ഇന്ന് പകൽ? വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ ആരുണ്ട്? അവരോടാണ് പരിശുദ്ധാത്മാവ് ഈ പകൽ ആലോചന വിളിച്ചു പറയുന്നു, വിശ്വസിക്ക്. ദൈവം നിന്റെ കൂടാരത്തിൽ, ദൈവം നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ മീറ്റിംഗിൽ, ഈ ലൈവിൽ മീറ്റിംഗിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയുണ്ട്, ഒരു ആന്റിയുണ്ട്. ആ ആന്റിയുടെ ബ്രദർ 34-32 വയസ്സുണ്ട്. നാക്കിന് ക്യാൻസർ വന്ന് നാവിന്റെ ഈ കുറുനാക്ക് വരെ കട്ട് ചെയ്തു മാറ്റി. എന്നിട്ട് വെള്ളം ഇറക്കുന്നത് ഉണ്ണാക്കിലേക്ക് ഓസിട്ടിട്ട് ട്യൂബ് ഇട്ടിട്ടാണ് വെള്ളം ഇറക്കുന്നത്. നാക്ക് മുറിച്ചു മാറ്റി. അവരിന്ന് ലൈവിൽ ഈ മീറ്റിംഗിലുണ്ട്. ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഏതാനും സെക്കൻഡ് മുമ്പ് ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മോൾക്ക് നട്ടെല്ലിന് ക്യാൻസർ ആണ്, പ്ലീസ് പാസ്റ്റ് മീറ്റിംഗിന് കയറാൻ പോണെന്ന് എനിക്കറിയാം, ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഞങ്ങളും ആ മീറ്റിംഗിലുണ്ട്. ആത്മാവ് ഞാൻ പറയുന്നു, ആ കൂടാരത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു മിറക്കൽ സംഭവിക്കാം. അത്ഭുത വിടുതൽ നസറായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, അസ്ഥി സംബന്ധമായ ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ, എല്ലാ ട്യൂമറുകളും സൗഖ്യമാകട്ടെ, എല്ലാ ട്യൂമറുകളും, എല്ലാ ബ്ലഡ് ക്യാൻസറുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുന്ന, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവിടെ മേലല്ല യേശുവിന്റെ കര, യേശുവിന്റെ മുറിവേറ്റ കര ഇപ്പോൾ തന്നെ തൊഴട്ടെ. എല്ലാ രോഗശക്തികളെയും നസ്രത്തുകാരനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകാം. സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളിലല്ല, ദൈവവചനത്തിന്റെ ശക്തിയാണ്. ഞങ്ങൾ പറയുന്ന ട്യൂണിലല്ല, വചനത്തിന്റെ ശക്തിയാണ്, വചനത്തിന്റെ കൃപയാണ്. ഓ, നിന്റെ മുഖത്തൊട്ട് നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് അങ്ങനെ വചനം പറയുന്നെങ്കിൽ അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി. അവർ ലജ്ജിച്ചു പോയിട്ടില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവയില്ല. യേശുവിന്റെ നാമത്തിൽ ജീസസ്. കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞു പോയ, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയ, ചിലർ ഇന്ന് പകൽ ഞങ്ങളുടെ ആരാധനയിൽ ഉണ്ട്. അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ ഉടച്ചു കളയുന്ന ദുരാത്മാവിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൈവമേ ഇപ്പോൾ അത്ഭുത
ബന്ധം ചെയ്യണമേ. വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കട്ടെ. ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ, ഭാര്യമാർ മടങ്ങി വരട്ടെ, തലമുറകൾ മടങ്ങി വരട്ടെ. ഈ പകലൊരു മിറക്കിൾ അവൻ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സകലരുടെ മേൽ, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സകലരുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതത്തിന് ഈ പകൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശബനാരാബ സേഖലേരബനാരാബ ഹുഡാരാബന സന്ദേരഗൽ ഖരാദന. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കഴിഞ്ഞ രാത്രി ബോംബെയിലുള്ള ഒരു ആന്റിക്ക് ഒരേ ഒരു മോളാണ്. ആ മോള് അമ്മയെ വിട്ടിട്ട്, ആമൻ സ്തോത്രം, വിവാഹം പോലും കഴിക്കാത്തൊരു മോള് അമ്മയെ ഇട്ടിട്ട് വളരെ ആമൻ അറിവും പക്വതയും വിദ്യാഭ്യാസമുള്ളൊരു മോളാണ്. ആ മോള് അമ്മയെ ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം രാത്രി അമ്മയെ ഇട്ടിട്ട് രാത്രി അവൾ ഇറങ്ങിപ്പോയി. ആമൻ. അതുപോലെയുള്ള ഏതോ ആമൻ സ്തോത്രം ഒരു വലിയ റാക്കറ്റിനകത്ത് അവൾ ചെന്നപ്പെട്ടു. അമ്മയോട് പറയുന്നു, എന്നെ വിളിക്കരുത്, അവൻ എന്നെ അന്വേഷിക്കരുത്. ആ മാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ മോൾ കൈവിട്ടു പോയി. പക്ഷേ ആത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൾ തിരിച്ചു ഭവനത്തിനകത്ത് വരും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ വിശ്വാസത്താൽ പറയുന്നു, അവൾ തിരിച്ചു വരും, തിരിച്ചു വരും, തിരിച്ചു വരും. ആ മാതാവിന്റെ കണ്ണുനീർ ദൈവം മടക്കി കൊണ്ടുവരും, ദൈവത്തിനെ മടക്കി കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം മടക്കി കൊണ്ടുവരും, ദൈവം തിരിച്ചു കൊണ്ടുവരും. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ആ വിടുതലുകൾ ഈ പകൽ ആഘോഷിക്കുന്നു. ആ വിടുതലുകൾ സംഭവിക്കട്ടെ. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ അതിന്ന് പകൽ സംഭവിക്കുമാറാകട്ടെ. ആമേൻ. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറ, ഇന്നും അത്ഭുതത്തിന്റെ ദിവസമാണെന്ന് പറ. പറ. ഇന്ന് അത്ഭുതത്തിന്റെ ദിവസം, ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമാണ്. മുഖത്ത് നോക്കി പറ, ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമാണ്. ഇന്നൊരു മിറക്കിൾ ഡേ ആണ്. നിങ്ങൾ ആ വിടുതലുകൾക്കാണ്, നിങ്ങൾ ആ അത്ഭുതങ്ങൾക്കാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പ് എന്നതെന്ന് ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തോ. ദൈവം വിശ്വസ്തൻ. ആമേൻ. ദൈവത്തിന്റെ വചനം ജീവനാണ്. ദൈവത്തിന്റെ വചനം എന്താണ്? എല്ലാവരും പുറകെ പറഞ്ഞേ. അല്ല, ദൈവത്തിന്റെ വചനം ജീവനാണ്. ദൈവത്തിന്റെ വചനം ചൈതന്യമാണ്. ആമേൻ. ഇത് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തുണ്ടാകണം? വചനം നടുക്ക് വെളിപ്പെടുമ്പോൾ ഹൃദയ പരമാർത്ഥതയോടെ സ്വീകരിക്കുന്നവന് ഇത് വിടുതൽ. ഹൃദയ പരമാർത്ഥത ഇല്ലാതെ വചനം കേൾക്കുന്നവന് ഈ വചനം നാശത്തിന് കാരണം. മനസ്സിലായില്ലേ? എന്താണെന്നറിയില്ല. ഒരു ചിന്ത ഞാൻ പറയാം. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ചാറ്റിൽ മുക്കി ശിഷ്യന്മാർക്ക് യേശു കൊടുത്തു. 12 പേരും കഴിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, യൂദ അപ്പക്കണ്ണം വാങ്ങി ഭക്ഷിച്ചു, സാത്താൻ അവനിൽ പ്രവേശിച്ചു. സാക്ഷാൽ വചനമാകുന്നവൻ വചനം നടുവിൽ വെളിപ്പെട്ട് അപ്പം വിഭാഗിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തന്റെ മേൽ സാത്താൻ കയറി. ഉടനെ യേശു പറയുന്നു, സ്നേഹിത, നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യുക. ഹൃദയം തകരുന്നൊരു വാക്യമാണ്. സാക്ഷാൽ വചനത്തിന്റെ മുമ്പിൽ ഹൃദയപരമാർത്ഥമായിരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും. ഹൃദയത്തിനകത്ത് അകൃത്യം കരുതി, ഹൃദയത്തിനകത്ത് മറ്റുള്ളവനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വചനം കേൾക്കുന്നെങ്കിൽ ഈ വചനം നിനക്ക് അനുഗ്രഹമായി ഭവിക്കില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, എന്റെ വചനത്തിന്റെ മുമ്പിൽ വിറക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഓ, എന്ന വാക്യം എന്നറിയാവോ? അവൻ പല കുടുംബവും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? വചനത്തിന്റെ മുമ്പിൽ മനസ്സില്ല മനസ്സോടും
ആമൻ ഇല്ല. മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയിലുമൊക്കെ വന്ന് വചനം കേട്ടാൽ ഒരുവൻ അനുഗ്രഹിക്കപ്പെടില്ല. വചനം കേൾക്കുമ്പോ വളരെ സത്യസന്ധമായി ഹൃദയപരമാർത്ഥമായി കേൾക്കണം. അങ്ങനെ ഒന്ന് കേട്ടു നോക്ക്, അവൻ അനുഗ്രഹിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ തമിഴ്നാട്ടിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നവർക്കറിയാം, തമിഴ്നാട്ടിലെ ചില പ്രായമുള്ള അയ്യാമാര് നമ്മൾ വചനം പ്രസംഗിക്കുമ്പോൾ അവർ കസേരയിൽ നിറങ്ങിയിട്ട് പായയിൽ മുഴങ്കാലിരിക്കും. വചന ശുശ്രൂഷ കഴിയുമ്പോൾ അവർ വീണ്ടും കയറി കസേരയിരിക്കും. ഞാൻ തമിഴ്നാട്ടിൽ മീറ്റിങ്ങിന് പോകുന്ന പാറശാലയിലും കോയമ്പത്തൂരും ഒക്കെ മീറ്റിങ്ങിന് പോയി പരിചയമുള്ളതുകൊണ്ട് പറയുക, കർത്താവിന്റെ ദാസൻ ആമേൻ 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 എനിക്ക് പരിചയമുള്ള ഒരുപാട് ദൈവദാസന്മാരുണ്ട്. പലരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വചനം പ്രസംഗം തുടങ്ങുമ്പോൾ അവർ കസേരയിൽ നിന്ന് ഇറങ്ങി പായലിൽ മുഴങ്കാലിരിക്കും. പലരോടും ചോദിച്ചിട്ടുണ്ട് എന്താണ് അവർ പറയുന്നത്? വചനം പറയുമ്പോൾ ദൈവത്തെ കേൾക്കുകയാണ്. ആരെ കേൾക്കുന്നു? ദൈവത്തെ. ആരാധിക്കുമ്പോ ദൈവത്തിന് കൊടുക്കുക. അതെങ്ങനെ വേണേലും കൊടുക്കാം, പക്ഷെ വചനം ദൈവത്തെ കേൾക്കുക. ആ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ ഭയഭക്തിയോടെ കേൾക്കാമോ അതുപോലെ കേൾക്കണം. സ്വതന്ത്രം പറഞ്ഞേ. ഞാൻ പറയുന്നത് വചനം കേൾക്കുമ്പോ നമ്മുടെ മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം, മൊബൈലെല്ലാം സൈലന്റിൽ വെക്കണം. വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഏകാഗ്രത മുഴുവൻ വചനത്തിലാകണം. അതുകൊണ്ടാണ് ആലയത്തിൽ യേശു നിന്ന് പ്രസംഗിക്കുമ്പോൾ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, സകലരുടെയും കണ്ണ് അവന്റെ മേൽ പതിഞ്ഞു, അവന്റെ മേൽ പതിഞ്ഞു. വചനം എല്ലാവരുടെയും കണ്ണ് വചനത്തിൽ പതിഞ്ഞപ്പോൾ കൂനിയായ ഒരു അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. വചനം പ്രസംഗിച്ച കൂട്ടത്തിൽ എല്ലാവരുടെയും കണ്ണ് വചനത്തിൽ പതിഞ്ഞപ്പോൾ യേശു അമ്മയോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ വചനത്തെ സ്വീകരിക്കുന്ന സഭയിൽ മിറക്കിളുകൾ സംഭവിക്കും. യഥാർത്ഥ വചനത്തെ സ്വീകരിക്കുന്നവന്റെ കൂടാരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതി, അവൻ സാക്ഷാൽ വചനമാണ്, യഥാർത്ഥത്തിൽ ദൈവമാണ്. ആ വചനത്തിന്റെ പ്രത്യേകത നമ്മൾ എവിടെന്നാ പോയെന്നറിയാമോ? സകലതും അവൻ മുഖാന്തരം ഉളവായി. അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. എന്താ മോനെ? അവനെ കൂടാതെ ഉളവായതല്ല. ഉളവായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എങ്ങനെ ഉണ്ടായതാ? അതിന് തെളിവ് വേണോ? അതിന് തെളിവ് വേണോ? എബ്രായ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം. അതിന് തെളിവുണ്ട്. ഇപ്പൊ മോൻ വായിച്ചതിന്റെ തെളിവ് അതിനകത്തുണ്ട്. എബ്രായ ലേഖനം അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് എല്ലാവരും കുറിച്ചു വെക്കണം കേട്ടോ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അപ്പൊ ഈ ലോകം എങ്ങനെ ഉണ്ടായി? ദൈവത്തിന്റെ വചനത്താൽ. ദൈവത്തിന്റെ വചനത്താൽ. ഓ, ഇത്രയും വലിയ ലോകം വചനത്താൽ സൃഷ്ടിക്കാമെങ്കിലാണ് നമ്മുടെ ഒരു കൊച്ചു കാര്യം ഒരു ഹല്ലേലൂയ പറയുന്നേ. സ്വതന്ത്രം ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. കേരളം മുഴുവൻ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. കേരളം മുഴുവൻ കണ്ടവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അറിയില്ലേ? നാണക്കേടാണ് കേട്ടോ കേരളത്തിൽ താമസിക്കുന്ന പറഞ്ഞിട്ട്. കേരളത്തിൽ താമസിക്കുന്ന നമ്മൾ ഇപ്പോഴും എന്ത് കണ്ടിട്ടില്ല? കേരളം മുഴുവൻ കണ്ടിട്ടില്ല. ഈ ലോകം മുഴുവൻ എങ്ങനെ ഉണ്ടാക്കി? അപ്പൊ ഈ കൊച്ചു കേരളം പോലും നമുക്കൊന്ന് കണ്ടു തീർക്കാൻ പറ്റാത്ത സ്ഥാനത്താ കർത്താവ് ഈ ലോകം മുഴുവൻ വചനത്താൽ ഉളവാക്കിയത്.
ഞാനൊരു കാര്യം അങ്ങ് പറയാം, അങ്ങ് എലാർജ് ചെയ്തങ്ങ് പറയാം. ഇത്രയും വലിയ ലോകത്തെ വചനത്താൽ ഉളവാക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചിന്ന വിഷയമൊന്നും ദൈവത്തിന് ഒന്നും അല്ലെന്നേ. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ വിഷയത്തിനൊക്കെ ദൈവം മറുപടി തരികയാണ്. ഈ ചെറിയ വിഷയമൊന്നും നിങ്ങൾ വലിയ വിഷയമാക്കണ്ട. ഈ ലോകം മുഴുവൻ, ഈ കാണുന്ന ലോകം മുഴുവൻ ദൃശ്യമായത്, ലോകത്തിന് കാരണമായി വരുന്നത്, ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ വലത് കൈ ഉയർത്തിക്കൊണ്ട് പറയും, ലോകം മുഴുവൻ വചനത്താൽ ഉളവാക്കിയെങ്കിൽ എൻ്റെ വിഷയം ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ, ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറ, കൈ കൊടുക്കണ്ട, മുഖത്ത് നോക്കിക്കൊണ്ട് പറ, ഇന്നെന്റെ വിഷയത്തിന് മറുപടി കിട്ടിയെന്ന് പറ. ആമേൻ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, എന്ന് പറ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ എൻ ജീവിതം മാറും. ഒരു വാക്കു നീ പറഞ്ഞ എന്നിനവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞ എൻ ജീവിതം, ഒരു വാക്കു നീ പറഞ്ഞ എന്നിനവുകളും മാറും. ഒരു വാക്കു നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും. നീ പറഞ്ഞ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി, എനിക്കതു മതിയേ. 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 ആമേൻ. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആരാധിക്കണം. ഒരു വാക്ക് മതി, ഒരുപാടൊന്നും വേണ്ട, ഒറ്റ വാക്ക് മതി. എനിക്ക് എന്താന്നല്ലേ ഈ വചനത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരൊറ്റ വാക്ക് മതി, ഒരു ഹല്ലേലൂയ. എത്ര മല പോലുള്ള വിഷയമാണേലും യേശു അപ്പച്ചന്റെ ഒറ്റ വാക്ക് മതി. നമ്മൾ വായിച്ച കുറിവാക്യം അതിലോട്ട് വന്നിട്ടില്ല, പ്രസംഗം ആകുന്നേ ഉള്ളൂ. നമ്മളാ യോഹന്നാൻ എഴുതിയതിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാ ഇങ്ങോട്ട് പോയത് അല്ലേ? ഏതാ കുറിവാക്യം വായിച്ചേ? 13:17 വായിച്ചോ. ഇത് നിങ്ങൾ അറിയുന്നു. 18-18 വാക്യം. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എനിക്ക് എല്ലാവരെയും കുറിച്ച് പറയാനൊന്നും നിർത്താൻ പോവുക. നിങ്ങളെ ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷെ യേശുപ്പച്ചൻ പറയുക, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഞാൻ തിരഞ്ഞെടുത്തവരെ, അവിടെ ഇവിടെ ഉള്ളവരെയൊന്നും എനിക്കറിയില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയയില്ല. പക്ഷേ എനിക്കൊരാളെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അതാരാ? അങ്ങനെ ഉള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? ദൈവം തെരഞ്ഞെടുത്തു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവര് മാത്രം നാമേം പറഞ്ഞേ, എന്നെ ദൈവം തെരഞ്ഞെടുത്തു, എന്നെ ദൈവം തെരഞ്ഞെടുത്തു. നിങ്ങൾ എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. ഞാൻ തെരഞ്ഞെടുത്തവരെ ദൈവം തെരഞ്ഞെടുത്തവരെ എല്ലാവരെയും ആർക്കറിയാം? ഇപ്പൊ ഒരാള്, ഓക്കെ ഞാനങ്ങ് പേര് പറയാം കേട്ടോ, സോറി. സജീവൻ ഞങ്ങൾ എന്നോട് പറയുക, പക്ഷേ എനിക്ക് ഇന്നൊരു വിഷയം ഉണ്ടെന്ന് പ്രാർത്ഥിക്കണേ. അപ്പൊ നമ്മളെല്ലാവരും കൂടി കർത്താവേ സജീവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ പ്രതികരണം എന്തായിരിക്കും?
പറ, ഈ വാക്യം വെച്ചോണ്ട് പറ. നമ്മൾ പറയാ കർത്താവേ സജീവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ ഉടനെ കർത്താവ് എന്ത് പറയും? നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷെ ഞാനതറിഞ്ഞു. കാരണം ഞാൻ തെരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു. നമ്മുടെ നിലവുകൾ ദൈവം അറിയുന്നു. നമ്മുടെ ദീർഘശ്വാസം ദൈവം അറിയുന്നു. അല്ലേ? ഞാൻ കാൽച്ചുവടുകൾ വെക്കാൻ എനിക്ക് ദൈവം വിശാലത വരുത്തി. എന്റെ കാൽച്ചുവട് ദൈവം അറിയുന്നു. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ ഒരു ധൈര്യം വീണു? എന്നെ അറിയുന്നു, എന്നെ തെരഞ്ഞെടുത്ത ദൈവം എന്നെ എന്ത് ചെയ്യുന്നു? സ്വതന്ത്രം പറ, ഒരു ഹല്ലേലൂയ പറ. നമ്മുടെ ഭാര്യമാർക്ക് പോലും പലപ്പോഴും നമ്മളെ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൾ ഫോൺ എടുക്കും, എന്നിട്ട് പറയും 1 കിലോ ബീൻസ്, 1 കിലോ കടല, 1 കിലോ പഞ്ചസാര. പാസ്റ്റർ എൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് അവൾ ചോദിക്കാറില്ല, ഒന്നും പറയാറില്ല. പക്ഷേ പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? അല്ലേ? പക്ഷെ കർത്താവ് അങ്ങനെയാണോ? പറ. നിങ്ങളുടെ പേഴ്സിനകത്ത് എത്ര രൂപയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ കർത്താവിനറിയാം. 35 ലക്ഷം ബാങ്കിൽ ഇട്ടിട്ട് ഒന്നുമില്ലെന്ന് പറയുന്നവർ കണ്ടേക്കാം, പക്ഷെ അതും കർത്താവിനറിയാം. അതല്ലല്ലോ എന്ന് പറഞ്ഞേ, അല്ലേ? ഞാൻ ഈ കർത്താവിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, കർത്താവ് ഞങ്ങൾക്ക് ഈ ആഴമായ വെളിപ്പാട് തരാത്ത എന്താന്ന് ചോദിച്ചു. കർത്താവ് അത് തരില്ല. അത് തന്നാൽ നിനക്ക് പലരെയും തുറന്ന് സ്നേഹിക്കാൻ. അപ്പൊ കർത്താവ് ആഴത്തിൽ വെളിപ്പാട് തരാത്ത എന്താണെന്നറിയോ? എനിക്ക് ആഴത്തിൽ വെളിപ്പാട് തന്നാൽ ഞാൻ ബിജുവിൻ്റെ ചോദിക്കും, ബിജു കയ്യിൽ വല്ലതും ഉണ്ടോ? പക്ഷെ എനിക്ക് ആഴത്തിൽ വെളിപ്പാട് തന്നാൽ പുള്ളിയുടെ ബാങ്ക് അടക്കുന്ന 5 ലക്ഷം എനിക്ക് കാണാം. അപ്പൊ ഞങ്ങൾ തമ്മിൽ എന്ത് വരും? ഞാൻ കള്ളനെന്ന് പറയില്ലേ? പച്ച കള്ളം പറഞ്ഞിട്ട് മനസ്സിലല്ലേ ഞാൻ പബ്ലിക്കിൽ പറയും. മനസ്സിൽ പറയുന്നതിന് നല്ലതല്ലേ പബ്ലിക്കിൽ പറയുന്നത്? അപ്പൊ നമ്മൾ പറയും. അപ്പൊ കർത്താവ് പറഞ്ഞു, അതുകൊണ്ടേ ഇച്ചിരി പിടിച്ചും ഒക്കെ ഇച്ചിരി വെളിപ്പാടെ ഞാൻ തരൂ. കാരണം എല്ലാ വെളിപ്പാടും കൂടി നിനക്ക് തന്നാൽ ആരും നിനക്ക് സ്നേഹിക്കാൻ. അപ്പൊ വെളിപ്പാടില്ലാത്തതിനെ സ്വതന്ത്രം പറ. നമുക്ക് ദൈവം തരില്ല. ഒരു ഹല്ലേലൂയ പറയുന്നേ. കാരണം ആ മനുഷ്യന് കുറവുള്ളവരല്ലേ? ഇതെല്ലാം കൂടി ദൈവം തരില്ല. എന്നാൽ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ഇതെന്തു പറഞ്ഞാലും സൗരന്മാരെ തെരഞ്ഞെടുത്തവരെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം തെരഞ്ഞെടുത്തവരെ ധൈര്യമായിട്ട് അങ്ങ് പോകും. ഇനി അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, എന്നെ അറിയുന്നുണ്ട് ദൈവം ഉണ്ട്. അതെ, താഴ്മയോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. തൻ്റെ ഇടത്തോട് പറഞ്ഞു. എല്ലാം താഴ്മയോട് പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. എന്നെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. അത് പറയുമ്പോൾ നമ്മുടെ അകത്തൊരു ബലം ഉണ്ടാവും. ഒരു ഹല്ലേലൂയ പറയുന്നേ. എന്നെ തെരഞ്ഞെടുത്ത എന്നെ അറിയുന്നെങ്കിൽ എൻ്റെ തലമുറയെ ദൈവം അറിയുന്നു. ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. ഒരിക്കലേ ഗിദെയോന്റെ വീട്ടിലോട്ട് ദൈവം വന്നു. ഗിദെയോനെ എന്തോന്ന് ചോദിച്ചു? നിന്റെ വീടിന്റെ മുമ്പിൽ ഒരു തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൽ നിന്റെ അപ്പന്റെ ഇളയ കാള നിപ്പുണ്ട്. എത്ര വയസ്സുള്ള? 7 വയസ്സുള്ള ഇളയ കാളയെ പിടിച്ച് അപ്പന്റെ ധൂപപീഠം ഇടിച്ച് അതിന്റെ മണ്ട എനിക്ക് യാഗപീഠം പണിയണം. എത്ര ക്ലിയറാന്ന് നോക്കിക്കേ. ഒന്നുകൂടി പറഞ്ഞേ. ഗിദെയോന്റെ അപ്പന്റെ തൊഴുത്തിലെ എത്ര വയസ്സുള്ള? നമുക്കിപ്പോഴും നമ്മുടെ ഭാര്യമാരുടെ കറക്റ്റ് വയസ്സൊന്നും നമുക്ക് അറിയില്ല. ഒരു ടെസ്റ്റ് വേണം നടത്തണോ? തിരിച്ചും ചിലപ്പോൾ ഓർക്കത്തില്ല. പലർക്കും ഭാര്യയുടെ കാലിലെ ചെരുപ്പിന്റെ അളവ് പോലും അറിയില്ല. ഇപ്പോഴും ചിലർ കടയിൽ ചെന്നിട്ട് ചോദിക്കുവേണ്ടി എത്ര ഇഞ്ചാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഓട്ടെ, നമുക്കറിയില്ല. എനിക്ക് മുമ്പ് ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും.
ലെസ്റ്ററിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ലെസ്ലിയുടെ എഴുതും, ലെസ്ലിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ട് എഴുതും. നമുക്കൊക്കെ ജനദിവസമൊക്കെ മാറിപ്പോകും. എന്നാ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഗീദയോൻ ദൈവത്തെ സേവിക്കുന്നവൻ, ഗീദയോന്റെ അപ്പൻ ബാലിനെ സേവിക്കുന്നവൻ. ബാലിനെ സേവിക്കുന്ന ഗീദയോന്റെ അപ്പന്റെ തൊഴുത്തിലെ കാളയുടെ പ്രായമറിയാം. ആ ദൈവത്തിന് നിന്റെ തലമുറയുടെ പ്രായമറിയാം. ദൂത മനസ്സിലായോ? എത്ര വയസ്സായെന്നറിയാ, എത്ര വയസ്സായെന്നറിയാ, അത് എത്ര വയസ്സ് വരെ നിൽക്കുമെന്നറിയാ. ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്റെ തലമുറക്ക് ഓരോ പ്രായം കൂടുമ്പോഴും അതിനെ അറിഞ്ഞ് അതിന് വേണ്ടത് ഒരുക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ആമേൻ. ധൈര്യമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളെ തെരഞ്ഞെടുത്ത ദൈവത്തിനറിയാം. അവയെ ഒരുക്കാൻ അറിയാം. അവർക്ക് വേണ്ട തക്ക തുണകളെ ദൈവം ഒരുക്കി കൊണ്ടുവരാൻ അറിയാം. ആരും ഓർത്ത് ഭാരപ്പെടണ്ട. തക്ക സമയത്ത് അത് കടന്നു വരും. 105 സങ്കീർത്തനം അതിന്റെ 43 വാക്യം വായിച്ച് ബൈബിൾ എല്ലാവരും അടച്ചോ. അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടും, അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. ദൈവം തെരഞ്ഞെടുത്തവർക്ക് ദൈവം എന്ത് കൊടുക്കും? ആദ്യം സന്തോഷം കൊടുക്കും. ദൈവം തെരഞ്ഞെടുത്തത് എന്തിനാണെന്നറിയാമോ? സന്തോഷം തരാനാ. ഒരു ഹല്ലേലൂയ പറ. അടുത്തത്, ദൈവം തെരഞ്ഞെടുത്തവർക്ക് ഒരു ഘോഷം ദൈവം നൽകി തരും. തെരഞ്ഞെടുത്തത് എന്തിനാണ്? ദുഃഖത്തിൽ ആഴ്ത്താനല്ല, എന്നും സങ്കടക്കയത്തിൽ കടത്തിവിടാനല്ല. ദൈവം നിനക്കൊരു ആനന്ദം തരുവാൻ, ദൈവം നിനക്കൊരു സന്തോഷം തരുവാൻ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ദൈവമക്കളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? ദൈവമക്കളും അവിശ്വാസികളും തമ്മിലുള്ള വിഷയം എന്നാണെന്നറിയോ? അവർക്കും പ്രശ്നമുണ്ട്, നമുക്കും പ്രശ്നമുണ്ട്. അവർക്കും ഇല്ലായ്മകളുണ്ട്, നമുക്കും ഇല്ലായ്മകളുണ്ട്. പക്ഷേ ഇത് രണ്ടിൻ്റെയും വിഷയം, അവിടെ ഇല്ലായ്മകളിൽ, അവിടെ പ്രശ്നത്തിൽ അവർ തകർന്നുടഞ്ഞു പോകുമ്പോൾ ഒരു ദൈവജനത്തിനുണ്ടാകുന്ന പ്രതിസന്ധിയിൽ അവൻ വിശ്വാസത്താൽ അതിനെ അതിജീവിക്കും. അവൻ തകരില്ല. അവൻ ഒരു പിടി കയറിൽ അവൻ ആത്മഹത്യ ചെയ്യാൻ പോവില്ല. അവൻ ഒരിക്കലും സകലതും വെച്ച് അവൻ ആത്മഹത്യക്ക് തുനിയില്ല. സകലതും തകർന്നാലും അവന്റെ വേദനയിൽ അവനൊരു ഉറപ്പുണ്ട്. എന്നെ ഉയർത്തുന്ന, എന്നെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. തകർന്നു പോവില്ല, ഉടഞ്ഞു പോവില്ല. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്, ദൈവം നിങ്ങളെ വിളിച്ചത് സന്തോഷം നൽകിത്തരാൻ. ഈ കഷ്ടതയുടെ നടുവിലും സന്തോഷിക്കണം. പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾ സന്തോഷിക്കണം. ആമേൻ. ലോകത്തിൽ മുറിവ് കണ്ടിട്ട് സന്തോഷിച്ച ഒരൊറ്റ കൂട്ടർ ഈ ലോകത്തുണ്ടെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാ. മനസ്സിലായില്ലല്ലേ? യേശുവിൻ്റെ വിലാപ്പുറം കണ്ടും കയ്യിലടിക്കപ്പെട്ട ആണിപ്പഴുതും യേശു ശിഷ്യന്മാരെ കാണിച്ചു. വിലാപ്പുറവും ആണിയടിക്കപ്പെട്ട കയ്യും കണ്ടിട്ട് ബൈബിൾ പറയുന്നു അവർ സന്തോഷിച്ചു. മുറിവ് സന്തോഷമല്ല, മുറിവ് ഭയപ്പെടുത്തും, മുറിവ് വേദന ഉളവാക്കും. ലോകത്തിൽ ഒരൊറ്റ കൂട്ടർ മാത്രമേ വിലാപ്പുറം കുത്തി തുറന്നു കിടക്കുന്നതും കയ്യിലാണിപ്പഴുത് കണ്ടിട്ടും സന്തോഷിച്ചുള്ളൂ. അവരാരാ? യേശുവിൻ്റെ ശിഷ്യന്മാർ. ഞാൻ ചോദിച്ചു, ഇതെനിക്ക് ഇപ്പോഴും എൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ ഒക്കുന്നില്ല. ഉലകത്തിൽ ആരും മുറിവ് കണ്ട് സന്തോഷിക്കില്ല, എന്നിട്ടും അവരെന്തുകൊണ്ട് സന്തോഷിച്ചു? യേശു എന്നോട് പറഞ്ഞ മറുപടി ഞാൻ പറയട്ടെ. ഞാൻ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനമകത്തുള്ളവന് വേദനയിലും സന്തോഷിക്കാൻ പറ്റും. സമാധാനമകത്ത് കൈവരിച്ചവന് മുറിവിലും സന്തോഷിക്കാൻ കഴിയും. വിലാപ്പുറം കണ്ടാലും സന്തോഷിക്കാൻ പറ്റും. സമാധാനമില്ലാത്തവന് സന്തോഷമുണ്ടാവില്ല. ആദ്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ പാകേണ്ടത് ആമൻ എന്തിലായിരിക്കണം? ആമൻ കർത്താവ് തന്ന സമാധാനത്തിലായിരിക്കണം. സമാധാനമുണ്ടോ, സന്തോഷമുണ്ടാകും. ആ വാക്യം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ലോകത്തിലെല്ലാവരെ കുറിച്ചും എനിക്ക് വിചാരമില്ല, പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ
തെരഞ്ഞെടുത്തവരെ അറിയുന്ന ഒരു ദൈവത്തെ നമുക്കൊരു നിമിഷം ഒന്ന് ആരാധിക്കാം. വേഗത്തിൽ ചാടി എഴുന്നേൽക്കാം. കർത്താവിൻ്റെ മുഖത്തോട്ട് നമുക്കൊന്ന് നോക്കാം. അസാധ്യമായി ഒന്നും ആമേൻ ആമേൻ കാണുന്നില്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ ഉയർത്തി ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് ഈ ദൈവം എന്നെ മാനിക്കുക തന്നെ ചെയ്യും? ആമേൻ. പ്രാർത്ഥിച്ചായിരുന്നോ? ആമേൻ. കർത്താവിൻ്റെ ദാസൻ ആമേൻ നമ്മൾ ആരാധിക്കുന്നതിന് മുമ്പ് സ്തോത്രം സോജൻ ബ്രദർ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആ പാട്ട് CD ഒക്കെ ഇറക്കി അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആമേൻ അത് പുറത്തു ദൈവം കൊണ്ടുവന്നു. എന്നാൽ ഈ അടുത്ത ദിവസം നാളെയാണല്ലേ, നാളെ ഒരു പുതിയ പാട്ടുകൂടി റിലീസാകുകയാണ്. അതിനുവേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം. ആത്മീക ലോകത്ത് ഈ ആത്മീക ഗാനങ്ങൾ എഴുതുന്നതും കേൾക്കുന്നതും ഭക്തന്മാരുടെ ഹൃദയത്തിൽ ആശ്വാസമുണ്ടാകാനാണ്, അല്ലേ? നമ്മൾ ആമേൻ പാടുന്ന പാട്ടുകളോ അല്ലെങ്കിൽ ക്രിസ്തീയ ലോകത്ത് പാടുന്ന പാട്ടുകളൊന്നും അവാർഡിന് വേണ്ടി എഴുതുന്നതല്ല, അല്ലെങ്കിൽ അത് ഒരു അവാർഡ് പ്രതീക്ഷിച്ചും കൊണ്ട് എഴുതുന്നതല്ല. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ എഴുതുന്ന വരികൾ മറ്റുള്ളവൻ്റെ ഒരു ഹൃദയത്തിനകത്തൊരു ആശ്വാസം ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ അതിലെ ഓരോ വരികളിലും ആത്മസാന്നിധ്യം ചലിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിൽ ഇറക്കിയതൊക്കെ അനുഗ്രഹമാക്കിയെങ്കിൽ ഇനിയും അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിച്ചു ഒരു നിമിഷം ആമേൻ ശബ്ദം ഉയർത്തി ആ കാസറ്റ് നാളെ റിലീസാകുമ്പോൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ വലിയ കൃപയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങളും നിന്റെ ദാസന്റെ മേൽ ദൈവം പകർന്നാടുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവത്തോളം അനുഗ്രഹമായി കർത്താവ് ഓരോ കർത്താവ് പാട്ടുകളും കർത്താവ് പുറത്തിറക്കുവാൻ സഹായിച്ചല്ലോ. നന്ദി പറയുന്ന കർത്താവേ, ചെയ്യുന്ന കർത്താവെ ആ ഗാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ജീവനായി തീരുവാൻ, അനേകർക്ക് ചൈതന്യമായി തീരുവാൻ, അനേകരുടെ കുടുംബത്തിൽ അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവെ, അടുക്കേണ്ടവർക്ക് കൂടുതൽ അങ്ങയുടെ സ്നേഹം തിരിച്ചറിയുവാൻ എന്റെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ മഹത്വം അതിലൂടെ ചലിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയക്ക് ആശ്വാസം ഉണ്ടാകട്ടെ, രോഗികൾക്ക് സൗഖ്യമായി തീരട്ടെ, അത്ഭുതങ്ങൾ അതിനകത്ത് നടക്കട്ടെ കർത്താവേ. സ്വർഗമിടിയാക്കണം. നിന്റെ ദാസനെ വീണ്ടും അനുഗ്രഹിച്ചാട്ടെ യേശുവേ. അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് സഭയായി തന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം പരിശുദ്ധാത്മാവ് എടുത്താട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ആ പാട്ടുകൾ വരുമ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുക. എല്ലാവരും അത് നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്കൊന്ന് ചേർന്ന് പാടി നമ്മുടെ കരമടിച്ച് നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. എല്ലാവരും സന്തോഷത്തോടെ, എല്ലാവരും ആനന്ദത്തോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ, നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ, നീ
പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി ഓ എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ തിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ തിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി ഓ എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ സേട്ടൻ വേറാരുമില്ലേ. ചേർന്ന് പറ, എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ സേട്ടൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഓ ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി ഓ എനിക്കതു, ഒരു വാക്കുമതി, ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, യേശുവിനെ സേട്ടൻ വേറാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ. ബലവനെ ധനരവന ഉടറി ബലരെ ഉടറി ഗതകനെ. ഓ ഒരു വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി എനിക്കതു മതിയേ, വാക്കുമതി എനിക്കതു മതിയേ, ഒരു വാക്കുമതി
എനിക്കതു മതിയേ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഒരൊറ്റ വാക്ക് മതിയപ്പാ ഞങ്ങളുടെ ജീവിതം മാറാൻ. തനിക്കുള്ളവരെ, താൻ തെരഞ്ഞെടുത്തവരെ താൻ അറിയുന്നു. ഞങ്ങൾക്ക് ഇന്നൊരു ഉറപ്പ് കിട്ടി. അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തതാ. അങ്ങ് ഞങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അറിയുന്നു. ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ സകല വിഷയങ്ങളും അങ്ങ് അറിയുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ ജനത്തെ ആശീർവദിക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും കടന്നു വന്ന എല്ലാവരോടും ഭൂമിയിലെ എല്ലാ വിശുദ്ധന്മാരോടും കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യകാശ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട